പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തുന്ന വിവരണമാണിത്. ഈ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായി നമ്മൾ നോക്കുമ്പോൾ അല്പം ദുർഘടം പിടിച്ച ഒരു വിവരണമാണിത്. അങ്ങനെയുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഇവിടെ ഭൂമിശാസ്ത്രപരമായ മാനങ്ങളെക്കാൾ കൂടുതൽ ലൂക്കാ സുവിശേഷകൻ അതിൻ്റെ ദൈവശാസ്ത്രപരമായ മാനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ യാത്ര ജെറുസലേമിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയായിട്ടാണ് ലൂക്കാ സുവിശേഷം വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ ലൂക്കാ സുവിശേഷകൻ നൽകാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതായത് ഈശോ യാത്ര ചെയ്യുന്നത് ആർക്കും വേണ്ടാത്ത വഴികളിലൂടെയാണ് എന്നാണ് വ്യക്തം. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിന്റെ വെളിച്ചത്തിൽ 3 ചോദ്യങ്ങളാണ് നമുക്ക് നമ്മോട് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ എങ്ങനെയുള്ളതാണ്? നോക്കൂ, ഈശോ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് 10 കുഷ്ഠരോഗികൾ ഈശോയെ നോക്കിയിട്ട് ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്ന് സ്വരമുയർത്തി വിലപിക്കുന്നത്. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു എന്നും ലൂക്കാ സുവിശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരും സഞ്ചരിക്കാൻ താല്പര്യപ്പെടാത്ത വഴിയായിരുന്നു എന്ന് വ്യക്തം. കുഷ്ഠരോഗികൾ താമസിച്ചിരുന്ന ഒരു താഴ്വാരങ്ങളിലൂടെയാണ് ഈശോ പോയതെന്ന് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് കുഷ്ഠരോഗികൾ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു. അവരുടെ സമീപത്ത് ആരും പോകാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ബെൻഹർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ സിനിമയിൽ ഇങ്ങനെയൊരു വിവരണമുണ്ട്. കുഷ്ഠരോഗികളുടെ ഒരു താഴ്വാരം, ഒരു ഗ്രാമം ചിത്രീകരിക്കുന്നുണ്ട്. അതിദയനീയമായ രംഗമാണത്. ആ പ്രദേശത്തേക്ക് ആരും പോകില്ല. ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടുള്ളവർ കരഞ്ഞ് വിലപിച്ചു വന്ന് അതിന് മുകളിലൂടെ ഒരു സഞ്ചാരപാതയുണ്ട്. താഴ്വാരങ്ങളിൽ ഇങ്ങനെ കുഷ്ഠരോഗികളുടെ കൂടാരമാണ്, ഗ്രാമമാണ്. മുകളിൽ നിന്ന് കയറിൽ അപ്പമൊക്കെ കൊട്ടയിൽ കെട്ടിയിറക്കി താഴേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥാവിശേഷമായിരുന്നു കുഷ്ഠരോഗികൾക്കുള്ളത്. അപ്പോൾ ആണ് ഈശോ ആ വഴി തിരഞ്ഞെടുത്ത് അതിലൂടെ പോകുന്നതെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വഴി ആർക്കും വേണ്ടാത്ത വഴിയാണ്. അത് മുറിവേൽക്കാനും വേദനകൾ സ്വീകരിക്കാനും തയ്യാറാകുന്ന വഴിയാണ്. അത് കുരിശേറ്റെടുക്കാൻ തയ്യാറാകുന്ന വഴിയാണ്. നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നമുക്കിങ്ങനെയുള്ള വഴികൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ക്രൈസ്തവരായ നമ്മൾ നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്തിരുന്ന ജീവിത ശൈലികൾ സ്വീകരിച്ചിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വാർത്ഥഭരിതമായ ജീവിതങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയല്ലേ? എനിക്ക് സുഖകരമാകുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാനല്ലേ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത്? ഓർക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു കാഴ്ചയാണ്. ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വൃദ്ധ സീബ്ര ലൈൻ കടന്നു പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ കൈപിടിച്ച് കടത്തി വിടുകയാണ്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് പാഞ്ഞു വന്നിരുന്ന ഒരു വണ്ടി ഇഷ്ടപ്പെടാതിരുന്നിട്ട് ശക്തമായിട്ട് ഓണടിക്കുകയാണ്. ഈ പോലീസുകാരൻ കടത്തി വിട്ടിട്ട് പോലും അതിനെ പോലും മാനിക്കാതെ ശക്തമായി ഓണടിക്കുകയാണ്. അയാളുടെ ഭാര്യയും പിള്ളേരും ആ വണ്ടിയുടെ എൻ്റെ വണ്ടിയുടെ തൊട്ടിപ്പുറത്താണ് ഉണ്ട്. നോക്കുക, ഇത്തരം എങ്ങനെയാണ് പിന്നെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പരിഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ വഴികൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ക്രിസ്തു കാണിച്ചു തന്ന മാർഗം, ഈ വഴിയൊക്കെ, അതുകൊണ്ടാണ് തോമാ മാർഗം എന്ന് സീറോ മലബാർ സഭയിലെ ആളുകൾ പറയുന്നത്. മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്ന വഴി, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വഴി. അതാണ് ക്രൈസ്തവീയതയുടെ അനന്യത എന്നും പറയുന്നത്. അത് നിരാലംബരും നിസ്സഹായരും ദുഃഖിതരുമായിട്ടുള്ള ആളുകളെ തേടിപ്പോകുന്ന ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ആ തരത്തിൽ നിൽക്കട്ടെ. രണ്ടാമത് ഇതാണ്: ഈശോ ഈ കുഷ്ഠരോഗികൾ സ്വരമുയർത്തി വിലപിക്കുമ്പോൾ ഈശോ അവരെ കാണുകയും പൊടുന്നനെ ഈശോ ചെയ്യുന്നത് എന്താണ്? ഈശോ പറയുന്നത്, നിങ്ങൾ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. അതിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ഒന്നും അവരെ കാണുന്ന ക്ഷണത്തിൽ ഈശോ പറയുന്നതാണ്: നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക.
അതിൻ്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക എന്നാണ്. ഈ കൂട്ടായ്മയുടെ മുഖ്യ പാലങ്ങളാണ് പുരോഹിതന്മാർ. മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരാണ്. ഈ കണ്ണി കൂട്ടിച്ചേർക്കുന്നവരാണ് പുരോഹിതന്മാർ. അപ്പോൾ നമുക്ക് കുഷ്ഠം ബാധിക്കുന്നത് നാം കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മുടെ സൗഹൃദങ്ങളുടെ, നമ്മുടെ ബന്ധങ്ങളുടെ, സ്വന്തങ്ങളുടെ കൂട്ടായ്മകളിൽ നിന്ന് അകന്നു പോകുന്നത്, അപ്പോഴൊക്കെ നമ്മൾ കുഷ്ഠബാധിതരായിട്ട് മാറുകയാണ്. അപ്പോഴൊക്കെ നമുക്ക് സമൂഹത്തിലേക്ക് വരാൻ മടി ഉള്ളവരായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുകയും നിങ്ങൾ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത്. അപ്പോൾ പുരോഹിതൻ പിന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ ചരിത്രപരമായ വശത്തിലും ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം അവൻ ശുദ്ധിയുള്ളവനാണെന്ന്. അങ്ങനെ പുരോഹിതരെ കാണിച്ചു കൊടുക്കാൻ പറയുന്നു. അവർ പോകും വഴി സുഖമാക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് ഈ രണ്ടാമത്തെ ചിന്തയുടെ തന്നെ ഒരു ഭാഗമായി നമ്മൾ പുരോഹിതരോട് കാണിക്കുന്ന മനോഭാവം എന്താണ്? എന്തുമാത്രം പ്രാധാന്യമാണ് പുരോഹിതർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നത്? പലരും ചിലപ്പോൾ പറയാനുണ്ടല്ലോ, ആ കുർബാനയിലൊന്നും ഞാൻ പങ്കെടുക്കില്ല, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് നല്ല ആത്മീയ ജീവിതമൊക്കെ ഉണ്ട്, പക്ഷെ പള്ളിയിൽ പോയില്ല, ഈ പുരോഹിതന്മാരുടെ കുർബാനയൊന്നും കാണില്ല എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്: അങ്ങനെ ഒരു കാര്യം ഈശോ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ഈശോയുടെ മാർഗമല്ല എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണല്ലോ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ധ്യാനിച്ച്. അവിടെ ഈ ധനവാനോട് ഈശോ പറയുന്നുണ്ടല്ലോ, ഒരാളെ അങ്ങോട്ട് അയക്കുക എന്ന് ധനവാൻ പറയുന്നില്ലേ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരെ അനുസരിക്കാൻ നിന്റെ സഹോദരന്മാർ തയ്യാറാകുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും ബോധ്യമാകില്ല എന്ന് പറയും. എത്ര ശക്തമാണത്! അതുകൊണ്ട് നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട സംരക്ഷകരും കൂട്ടിച്ചേർക്കലിൻ്റെ പ്രധാന കണ്ണികളുമാണ് പുരോഹിതന്മാർ. പുരോഹിത കേന്ദ്രീകൃതമായ ആത്മീയത, അത് നമുക്ക് ഒരു ഇടവക കേന്ദ്രീകൃതമായിട്ടുള്ള പുരോഹിതരുടെ ഇടയനോടൊത്തുള്ള ആത്മീയതയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കും എന്ന കാര്യം നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ വഴിതെറ്റി പോകുന്നതിൻ്റെ ഒക്കെ പ്രധാന കാര്യം ഇതാണ്. പള്ളിയോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന, പുരോഹിതരോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന യുവജനങ്ങൾക്ക് അങ്ങനെ വഴിതെറ്റുന്നത് നമ്മൾ കാണുന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടാണ്. മൂന്നാമത്, ഇവർ സുഖം പ്രാപിച്ചു പോയി, പക്ഷേ ഒരാൾ മാത്രം താൻ സുഖപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നു, 10 പേരല്ലേ സുഖപ്പെട്ടത്? എത്രയോ വിഷമതയോടുകൂടിയാണ് ഈശോ ചോദിക്കുന്നത്. എന്നിട്ട് ബാക്കി 9 പേരെങ്ങ് എവിടെ? ഈ വിജാതീയനല്ലാതെ, നോക്കുക, യഹൂദൻ പോലും അല്ലാത്ത ഒരുവനാണ്, അവനാണ് തിരിച്ചു വന്ന് നന്ദി പറയുന്നത് എന്ന് നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രധാന ചോദ്യം ഇതാണ്: നന്ദിയുള്ളവരാണോ നാം? നമ്മളെ വളർത്തിയവരോട്, നമ്മളെ നയിച്ചവരോടൊക്കെ നന്ദിയുള്ളവരാണോ? എനിക്ക് മനസ്സിന് അല്പം വിഷമം, പക്ഷേ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ കടമ നിർവഹിച്ചെന്നേ ഉള്ളൂ, വിനീതനായ ദാസൻ എന്ന മനോഭാവത്തിലേക്ക് തന്നെ നിന്നുകൊണ്ട്. പക്ഷേ അത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട യുവാവ്, 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അവിടെ ചെറിയൊരു വീടും ഭാര്യയും ഒരു കുഞ്ഞു മകളും ഉള്ള ആളാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവനെ കാണുന്നത്. ഒരു ദിവസം എൻ്റെ മുറിയുടെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ അവൻ നിൽക്കുന്നതായിട്ട് കാണുന്നു. കോവിഡിൻ്റെ സമയമാണ്. അപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു ഭിക്ഷക്കാരനെ പോലെ നിൽക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അറിയുന്ന യുവാവാണ്. എന്താണ് കാര്യം ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അവന് മഞ്ഞപ്പിത്തം കൂടിയിട്ട് അവൻ്റെ കരൾ അത് മാറ്റിവെക്കണം. അപ്പോൾ അങ്ങനെ വലിയ ദുഃഖം തോന്നി. അപ്പം ഭാര്യയൊക്കെ ഇവൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിലേക്ക് തന്നെ പോയി എന്ന് തോന്നുന്നു. അത്ര അവന് ശ്വാസം മുട്ടലോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാനുഗ്രഹത്തിന് പുന്നശ്ശേരി അച്ഛൻ, സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നു. ചങ്ങനാശ്ശേരിക്കാരൻ, പ്രത്യാശ എന്ന് പറയുന്നു അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ ദൈവാനുഗ്രഹത്തിന് അച്ഛന് അന്ന് തന്നെ അച്ഛനെ കിട്ടി. അച്ഛൻ 14-16 ലക്ഷം രൂപയാവും. അച്ഛനത് ഒരു ട്രസ്റ്റും അച്ഛൻ്റെ ആളുകളും എല്ലാം കൂടെ കൂടി അത് സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന് അച്ഛൻ പറയാണ്. അച്ഛൻ പിന്നെ പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ടെസ്റ്റിനും എല്ലാം കൂടെ കൂടി 3-4 ലക്ഷം രൂപ വേണം, അത് അച്ഛനും എല്ലാം കൂടെ സംഘടിപ്പിച്ചു കൊടുക്കണം. ഏതായാലും ഇതെല്ലാം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ എഴുത്തെഴുതി അതെല്ലാം ചെയ്തിട്ട് ഇവന് 3-4 ലക്ഷം രൂപ
പ്രൊവിൻഷ്യാളമ്മമാർ സിസ്റ്റേഴ്സും ഒക്കെ സഹായിച്ച് 3-4 ലക്ഷം രൂപ ഇവന് അത് കിട്ടി. ഈ കരൾമാറ്റ ശസ്ത്രക്രിയയൊക്കെ നടന്നു. പ്രിയപ്പെട്ടവരെ, ആ യുവാവിനെ പിന്നെ ഞാൻ കണ്ടില്ല. പക്ഷേ ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിന് പോകുന്ന സമയത്ത് ഇവനും ഭാര്യയും മകളും കൂടെ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു. എൻ്റെ മനസ്സിനൊരു ചെറിയ വിഷമം. പക്ഷേ ഇതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ പോലെ ഞാൻ വിനീതനായ ദാസൻ കടമ നിർവഹിച്ചു. ഒരാൾക്ക് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ഉപകരണമായി നമ്മൾ മാറി. പക്ഷേ എങ്കിലും ദൈവം തമ്പുരാൻ്റെ മനസ്സിൽ ദൈവം എന്നിട്ട് ഈശോ ചോദിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ചകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള നേട്ടങ്ങൾ, ഇതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രതീകങ്ങളായ മാതാപിതാക്കളോട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പയ്യനെ ഒരു കാര്യത്തിന് ഇങ്ങനെ പ്രിൻസിപ്പൾ പിടിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഇതാണ് അപ്പൻ 4-ാം വയസ്സിൽ വിട്ടിട്ട് പോയതാണ്. അമ്മയും ഈ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഇവനെ വളർത്തിക്കൊണ്ട് ഇതായി വന്നു. പക്ഷേ അവന് തലേ ആഴ്ച അമ്മയുടെ കർണക്കുറ്റിക്ക് അടിച്ചു. അമ്മ വിലപിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഏങ്ങലടിച്ച് കരയുകയാണ്. ഇങ്ങനെ പ്രിൻസിപ്പൾ ചോദിക്കുന്നു, അമ്മയെ ഇവൻ ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഈ അമ്മ ഏങ്ങലടിച്ച് കഴിയുന്നത്. നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ അധ്യാപകരോടും, ഒരു അധ്യാപകൻ പറയാണ്, ഒരു പെൺകുട്ടി അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിലെല്ലാം ആകെ ഇതായി 85 മാർക്ക് 87% മാർക്കുള്ളതാണ്, അവസാനം 48% ഈ അധ്യാപകൻ ഭയങ്കരമായിട്ട് കരുത്ത് പകർന്നു നൽകി. അധ്യാപകൻ ആ കൊച്ചിന് മറ്റുള്ളവരോട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻസും എല്ലാം ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ വളർത്തി. അവസാനം ഈ പെൺകുട്ടിക്ക് 3-ാം റാങ്ക് കിട്ടി. പക്ഷെ 3-ാം റാങ്ക് കിട്ടിയതിന് ശേഷം ഈ നന്ദി പറയുന്ന സമയത്ത് അവളുടേതായ പഴയ കാലത്തിൻ്റെ കാര്യങ്ങൾ, അവളെങ്ങനെയാണ് പഠിച്ചത്, ഇത് ഒരു വാക്കുപോലും ഈ അധ്യാപകനെ കുറിച്ച് നന്ദി പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ലോകത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷമായിട്ട് മാറുകയാണ്. നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ യൂറോപ്യൻ നാടുകളിലേക്ക് ആദ്യമായിട്ട് യൂറോപ്പിൽ പോകുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ട് ഞങ്ങളുടെ ഒരു കാഴ്ചയാണ്. നമ്മളങ്ങോട്ട് പണം കൊടുത്തു ബർഗർ വാങ്ങിക്കുകയാണ്. ഇപ്പുറത്തിരിക്കുന്ന ഒരു സായിപ്പ്, അദ്ദേഹം ആ ബർഗർ സെർവ് ചെയ്ത സെർവൻ അല്ലെങ്കിൽ അവിടെയുള്ള ആളോട് പറയാണ്, കൊണ്ടുപോയി കൊടുത്ത് താങ്ക് യു എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ, ഒരു വണ്ടി അതിനൊരു സ്ഥലം കൊടുത്താൽ കൈ ഉയർത്തി താങ്ക് യു എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതൊക്കെ നമ്മൾ നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. Subscribe now and press the bell icon. Never miss an update.